ആജ്ഞ ടിനി ടോമിന് എതിരായ പരാതിയിൽ നടി അൻസിബ ഹസൻ മൊഴി നൽകി. കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ എത്തിയാണ് മൊഴി നൽകിയത്. കേസ് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും അൻസിബ വ്യക്തമാക്കി. ആജ്ഞ തുടരുന്നുണ്ട്. ആജ്ഞ, എന്താണ് വിവരങ്ങൾ? രഞ്ജിത്ത്, അപകീർത്തിപ്പെടുത്തലിന്റെ പരിധിയിലാണ് ഈ കേസ് വരുന്നതെന്നാണ് പരാതി നിലനിൽക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അതായത് മുൻപോട്ട് ഉള്ള നടപടിക്രമങ്ങൾ എത്തരത്തിലെന്ന് നോക്കിയിട്ട് വേണം താൻ കോടതിയെ സമീപിക്കുമെന്നാണ് അൻസിബ പറഞ്ഞിട്ടുള്ളത്. ടിനി ടോം രാഷ്ട്രീയത്തിൽ സ്വാധീനമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് സർക്കാരിൽ തനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. പക്ഷേ ടിനി ടോം രാഷ്ട്രീയത്തിൽ സ്വാധീനമുള്ള വ്യക്തിയായതുകൊണ്ട് തന്നെ പോലീസ് നടപടിക്രമങ്ങൾ വേണ്ട വിധേന മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ താൻ കോടതിയുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് പോകുമെന്നാണ് അൻസിബ ഹസൻ വ്യക്തമാക്കുന്നത്. മതസ്പർദ്ധ ഉണ്ടാക്കുന്ന പരാമർശങ്ങളാണ്, അതും തന്നെ പറ്റിയുള്ള കമന്റുകൾ വന്നതൊക്കെ അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിലാണ്. അതിനുള്ള തെളിവുകൾ തന്റെ കൈവശമുണ്ടെന്നാണ് അൻസിബ ഹസൻ വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ തന്നെ അൻസിബ മറ്റൊരു പ്രതികരണത്തിൽ ടിനി ടോം സാമൂഹ്യ വിപത്താണെന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് പോയി. ഇപ്പോഴത്തെ സാമൂഹ്യ വ്യവസ്ഥിതി അനുസരിച്ചിട്ട് ഇങ്ങനെയുള്ള പരാമർശങ്ങൾ, അതായത് മതവുമായി ബന്ധപ്പെട്ട് താൻ അദ്ദേഹത്തിന്റെ ഡ്രൈവറെ അടക്കം മതം മാറ്റാൻ ശ്രമിക്കുന്നു, ജിഹാദിയാണ് തുടങ്ങിയ പരാമർശങ്ങളൊക്കെ ഉണ്ടാകുന്നത് മാനസികമായി തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് അൻസിബ ഹസൻ വ്യക്തമാക്കുന്നത്. അപകീർത്തിപ്പെടുത്തുന്ന സന്ദേശം അയച്ചത് അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിലാണ്. അതിന്റെ ഡീറ്റെയിൽസ് തന്റെ കൈവശമുണ്ട് എന്ന് അൻസിബ ഹസൻ വ്യക്തമാക്കുന്നു. നീനക്കുറുപ്പിന് തന്നോട് കള്ളം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.